ശിഷ്യ സമൂഹത്തോട് യേശു തമ്പുരാൻ ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലാണ് അവ കാണുക. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കൗശലപൂർവമായ ഒരു രംഗത്തേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിൻ്റെ ജീവിതം ഒരു പൊരുത്തപ്പെടാൻ പോകുന്നത്, ഉരസാൻ പോകുന്നത് അത്ര കണ്ട് കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് എന്ന് ശിഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുക. എപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള, ഇങ്ങനെ സുഗമമായിട്ടുള്ള യാത്രയായിരിക്കില്ല ഇനി നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങളെ ചോദ്യം ചെയ്യുന്ന, നിങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ മതിലുകൾ തീർക്കുന്ന, വിരുദ്ധ സംസ്കാരം തീർക്കുന്നൊക്കെ ഇടങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പോവുക. ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ചെന്നായ്ക്കളെ പോലെ വിവേകിയായിരിക്കണം. ഇന്നത്തെ ചുറ്റുപാടുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യർ പൊതുവെ ഈ ഒരു സ്വഭാവത്തിന് അടിമകളാണെന്ന് ഓർമ്മിപ്പിക്കുക. ഈ ഒരു സ്വഭാവത്തെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? വിവേകം കൊണ്ടാണ് തരണം ചെയ്യുന്നത്. നിൻ്റെ മുൻപിലുള്ള വിഷയത്തെ വിവേകപൂർവ്വം മാത്രമേ സമീപിക്കൂ. അവിവേകത്തോടെ നടക്കരുത്. മനസ്സിലെപ്പോഴും വിവേകം കാത്തു സൂക്ഷിക്കണം. 2, പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണം. 2 പ്രധാനപ്പെട്ട പുണ്യങ്ങൾ ഈ കാലത്തിൻ്റെ വിപരീത സംസ്കാരത്തിന് നിൽക്കുമ്പോൾ നമുക്ക് അനിവാര്യമാണെന്ന്, ക്രിസ്തു ശിഷ്യന് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 1, വിവേകം. പല ജീവിതങ്ങളും കൂപ്പുകുത്തിയതിൻ്റെ കാരണം വിവേകരഹിതമായ ജീവിതചര്യകളാണ്. വിവേകം വീണ്ടെടുക്കണം. 2, നിഷ്കളങ്കത. കളങ്കമില്ലാത്ത അവസ്ഥ നമുക്ക് വേണം. കാപട്യം നിറഞ്ഞ ഒരിടത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വിവേകം കാത്തു സൂക്ഷിക്കണം. ചോർന്നു പോകാത്ത ഈ നിഷ്കളങ്കതയും കാത്തു സൂക്ഷിക്കണം. ഈ യാത്ര അനുഗ്രഹമാക്കാൻ ഈ 2 പുണ്യങ്ങൾ ഏറെ അഭ്യസിക്കാൻ കഴിയട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.